ഞാനിന്ന് 2018 ഞാൻ ഒരു പൊതുപ്രവർത്തനമാണ്, ഓട്ടോ ഡ്രൈവറാണ്. അന്ന് വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വീടുകളിലും ഞങ്ങളുടെ ഭാഗത്ത് പോയിട്ട് വെള്ളം ക്രമാതീതമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കയറും, നിങ്ങളെല്ലാവരും പോകണം. അങ്ങനെ വെള്ളം കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ രക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് HDP സ്കൂളിലാണ് എല്ലാവരും കയറിയിരുന്നത്. ഈ ഭാഗത്തുള്ള എല്ലാവരും ഇതിൽ 2ാം നിലയിലും 1ാം നില 3ാം നിലയിലൊക്കെ ആയിട്ട് കയറി. അന്ന് ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാണ്ടായി, ഇത്രയും വെള്ളമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് പോന്നു. അന്ന് ഞങ്ങൾ ആദ്യം രക്ഷിച്ചത് ഡച്ചിയിലേക്ക് രോഗികളെ കയറ്റിയിരുത്തിയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങളത് കൈവണ്ടി എന്ന് വെച്ചാൽ വലിക്കണ വണ്ടിയിൽ അത് കസേരയിട്ട്, ചൂരൽ കസേരയിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയിട്ടാണ് മുന്തി കൊണ്ടുപോയത്. അത് ഇവിടുന്ന് ഞങ്ങൾ മൂത്തുന്നം വരെ കൊണ്ടുപോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൂത്തുന്നം പാലം, കോട്ടപ്പുറം പാലം തുടങ്ങി കഴിഞ്ഞപ്പോൾ വെള്ളം അവിടെ കയറാണ്ടായി. അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോയി പലരും. അങ്ങനെ ഒരു രക്ഷയില്ലാണ്ടായികളാണ് ഞങ്ങൾ HDP വന്നത്. HDP ഞാൻ വരുമ്പോൾ അന്ന് കുറച്ച് ചോറ്, വേവാത്ത ചോറും പിന്നെ ക്യാരറ്റ് അതും വേവണില്ല. അതും വേവാത്തത് കൊണ്ടുപോയി ആളുകൾക്ക് കൊടുക്കുകയാണ്. തിന്നാൻ പറ്റണില്ല. അങ്ങനെ മുൻ പഞ്ചായത്ത് മെമ്പറും മണി കാർത്തി എന്നും പറഞ്ഞ ചേച്ചി എന്നോട് പറയണം, നിങ്ങൾ ഈ കഞ്ഞി വെക്കുക അല്ലെങ്കിൽ ചോറ് വെക്ക്, നീ കിച്ചണിൽ കയറ്. എനിക്ക് കാറ്ററിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ അങ്ങനെ കയറുകയാണ് ചെയ്തത്. അങ്ങനെ കയറി അന്ന് തുടങ്ങി ഞങ്ങൾ ചോറ് വെച്ച് പിന്നെ ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ് ചെയ്തത്. കഞ്ഞി വെച്ചാൽ വെള്ളം കിട്ടാണ്ടായി. വെള്ളം കിട്ടായി കഴിഞ്ഞപ്പോൾ ഉള്ള അരി കഞ്ഞിയായിട്ട് എന്തെങ്കിലും പുഴുക്കൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ പിന്നീട് പല ആളുകളൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് അത് ഓണം കഴിയുന്നവരെ വെള്ളം പറ്റുന്നവരെയും കൊടുത്തത്. കുറേ ആളുകൾ പലരും കൊണ്ടുവന്നിട്ടുണ്ട്. 131 സഹകരണ ബാങ്ക് അവിടുന്ന് അന്നത്തെ ലൈജു ബോർഡ് മെമ്പറായിരുന്നു. അവൻ അവിടുന്ന് വഞ്ചിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി. അങ്ങനെ പലരുമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് കഴിഞ്ഞു പോയത്. സതീശൻ എന്തെങ്കിലും ഇവിടെ എത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്തുക? എത്തിയിരുന്നു. അന്ന് ഞാൻ എത്തിയിരുന്നു. പുള്ളി എത്തി. അന്ന് എന്തോ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പം തന്നെ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി. പിന്നെന്താണെന്ന് ഞാൻ കണ്ടില്ല. അദ്ദേഹം കാര്യമായ ഇടപെടൽ ഇവിടെ നടത്തിയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കണ്ടപ്പോൾ ആലുവയിലായിരുന്നു പുള്ളി വീട്. ഞാൻ അവിടെ നിന്ന് കൊങ്ങക്കുളത്തിലാണ് രക്ഷപ്പെട്ടതെന്നും പറഞ്ഞാണ് അന്ന് നമ്മളോട് സംസാരിച്ചത്. അതിനുശേഷം പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പല സംഘടനകളാണ് കൊണ്ടുവന്നത്. കുറേ DYFI ഉണ്ടായിരുന്നു, അതുപോലെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 137 സഹകരണ ബാങ്കും അവിടെ നിന്ന് ആ ബോർഡും ഇവിടെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ വെള്ളം ഇറങ്ങുന്നവരെയും ഇവിടെ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം ഇവിടെ കിട്ടാണ്ടായി. അങ്ങനെ നമ്മുടെ പിള്ളേർ വഞ്ചിക്ക് പോയി വീടുകളിൽ പോയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് പിന്നെ വെള്ളം ഉപയോഗിച്ച് കഞ്ഞി കൊടുത്തിരുന്നത്. അങ്ങനെ കഞ്ഞി കൊടുത്തപ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് വെള്ളം കൂടാണ്ട് ഒരു രക്ഷയായി. പിന്നെ അസുഖമൊന്നും വന്ന ആരും അങ്ങനെ പോയിട്ടില്ല. അസുഖം വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചടക്കം ഉണ്ടായിരുന്നു. പ്രസവിച്ചിട്ട് ഏകദേശം 10-28 ദിവസം പ്രായമുള്ളൊരു കൊച്ചു പോലും ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടു. അന്ന് ഇവിടെ എത്തിയത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ? അതെ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വൈകിയത് പറഞ്ഞ കാര്യം ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ ആലുവയിലായിരുന്നു. ആലുവയിൽ വെള്ളം വീട് മുങ്ങി. അവിടെ നിന്ന് ഒരു കണക്കിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതാണ് വൈകിയെന്നാണ് അന്ന് സംസാരിച്ചത്. അങ്ങനെ ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് താൻ അന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു, കടം വാങ്ങി. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. മുൻ MLA ശർമ്മ അടക്കം ഇവിടെ വന്നിരുന്നു. ശർമ്മയാണ് വഞ്ചി പ്ലാൻ ചെയ്തത്. അങ്ങനെ വഞ്ചി അന്ന് മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചി ഇവിടെ വന്നിട്ടാണ് അവരെ രക്ഷിക്കാനും കൊണ്ടുപോയതൊക്കെ വഞ്ചിക്കാരാണെന്ന്. അപ്പോൾ അത് ആദ്യം വന്നത് മുൻ MLA ശർമ്മയാണ്. അതിനുശേഷമാണ് പുള്ളി വന്നത്. അപ്പോൾ ശർമ്മ അതിൻ്റെ അകത്ത് കയറി എല്ലാ കാര്യങ്ങളും എല്ലാവരും ചോദിച്ച് ഇങ്ങേര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്ത് കയറിയില്ല. പുള്ളി കയറിയില്ല.